ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമുക്ക് സ്റ്റോറി ആയിട്ട് ഫസ്റ്റ് നമ്മൾ ഹീറോയിൻ്റെ എൻട്രി നോക്കാം. ഹീറോയുടെ പിന്നെ ഞാൻ പറഞ്ഞോളാം. നമ്മൾ ഹീറോയിൻ ഒരു മാഫിയ ക്വീൻ, അതെ മാഫിയ ക്വീനാണ്. പേര് ആയിഷ, അതെ നിക് നെയിം ലക്കി, അതെ മാഫിയ ലക്കി എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഹീറോയ്ക്ക് പറഞ്ഞാൽ നിറയെ ഇന്ത്യയിലാണ് മാഫിയ ക്വീൻ. അതുമാത്രമല്ല കെട്ടുകാരെ എന്ത് സംഭവിച്ചത് എന്ന് അപ്പോൾ ഹീറോ ഒരു ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് മാസ്ക് ഇട്ട് എപ്പോഴാണ് ഹീറോയി പോവും. അതുമാത്രമല്ല ഹീറോയി ഒരു സ്റ്റാർ ആണ്. എപ്പോൾ നോക്കുമ്പോൾ ഒരു കത്തി പോലത്തെ സ്റ്റാർ, അതായത് ഗൺ സ്റ്റൈലായിട്ട് ഗൺ പിടിക്കും. അതുമാത്രമല്ല ഹീറോയ്ക്ക് കെട്ടുകാരി എന്ത് ആപത്ത് വന്നാൽ അത് ഹീറോയ്ക്ക് പിടിക്കില്ല. അതുകൊണ്ട് എന്ത് പ്രശ്നം വന്നാൽ ഹീറോയി ഹെൽപ്പ് ചെയ്യും. അതുപോലെ നല്ല മാഫിയ ക്വീനാണ്. ഹീറോയിൻ ഡാഡി ഒരു മാഫിയ ആയിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ ഹീറോയാണ് മാഫിയ. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. ഇപ്പോൾ ഹീറോയിൻ നന്നായിട്ട് ഉറങ്ങായിരുന്നു. ഹീറോയിൻ്റെ മമ്മി വന്ന് വിളിച്ചായിരുന്നു. ഹീറോയിൻ്റെ മമ്മിക്കും അറിയില്ലായിരുന്നു ഹീറോയിൻ മാഫിയ ക്വീനകത്ത് സീക്രട്ടാണ്. ഹീറോയിൻ കോളേജ് പഠിക്കുന്നതാണ്. ആയിഷ ആയിഷ എന്ത് പറ്റുമോ? അയ്യോ കോളേജിലേക്ക് പോകണ്ട ആയിഷ നിനക്ക്? ഇല്ല മമ്മി, കോളേജിലേക്ക് വയ്യ, ഞാൻ നാളെ പോവാം. ആയിഷ, ഇനി എൻ്റെ ഫസ്റ്റ് കോളേജാ, നിങ്ങനെ ഉറങ്ങിയാവോ? ഓ ഉമ്മ പറഞ്ഞു കേട്ട്, എനിക്ക് കോളേജിലേക്ക് ഇന്ന് പോകുന്നില്ല. എടി ഓഹോ അയ്യോ സോറി ഉമ്മ, ഞാൻ പോവാ. അങ്ങനെ ഹീറോയി ശരി ഇവളെ കാണുന്നില്ല എന്ന് ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. ഹീറോയി ഇറങ്ങി ഇങ്ങനെ വെളിയിൽ വന്നായിരുന്നു. ഹീറോയി വെളിയിൽ വന്ന് നോക്കുമ്പോൾ ഹീറോയിൻ്റെ ഫ്രണ്ട് അവിടെ വെയിറ്റ് ആയിരുന്നു. മച്ചി എത്ര മണിയായിടി? ലേറ്റൊന്നും ആയില്ല? എന്നിടി എൻ്റെ ഉമ്മയ്ക്ക് വേറെ പണിയില്ല. എത്ര മണിക്ക് വിളിച്ചറിയോ? 4 മണിക്കാണ് എന്നെ ഓടിച്ചത് എന്നെ ഹീറോയി പറയായിരുന്നു. ശരി ഓക്കെ റെഡിയായോ? അങ്ങനെ ഹീറോയി ഫ്രണ്ട്സ് ഇവിടെ വരുന്ന സംസാരിക്കുമായിരുന്നു. എല്ലാം പാക്ക് ചെയ്ത് ഫുഡെല്ലാം കഴിച്ചത് റെഡിയായി. ഇങ്ങനെ ആയിട്ട് എല്ലാം ജോലി കഴിഞ്ഞു. മച്ചി 5 മണിയായി. എടി ട്രാഫിക് ജാമാവും, നമുക്ക് ഇവിടുന്ന് പോവാം എന്ന് പറഞ്ഞു ഹീറോയി ഫ്രണ്ട്സും കൂടി സംസാരിച്ച് പോയിരുന്നു. അങ്ങനെയായിട്ട് ബസ് 6 മണിയാവും. 6 മണിയാകുമ്പോൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിലിരുന്ന് അവരോട് സംസാരിക്കുക. ഹോം വർക്കെല്ലാം ഉണ്ടായിരുന്നു ഹീറോയ്ക്ക്. ഫ്രണ്ടിന് 4 പേര് ഇരുന്നിട്ട് ഹോം വർക്ക് ചെയ്തായിരുന്നു. ശരി മച്ചി ഹോം വർക്ക് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഹീറോയുടെ ഫ്രണ്ട് പറയാനായിരുന്നു, മച്ചി നമുക്ക് ലേറ്റായി, ഇപ്പം 7 മണി ആയല്ലോ, നമുക്ക് പോവാം കോളേജിലേക്ക്. അത് ശരിയാ. അങ്ങനെ എല്ലാവരും കോളേജിലേക്ക് പോയിരുന്നു. 4 ഫ്രണ്ട്സ് ഹീറോയ്ക്കുണ്ട്. ടോട്ടൽ 5 പേരാണ് ഹീറോയി. അങ്ങനെ കോളേജിലേക്ക് അവർ പോയിരുന്നു. അവിടുത്തെ വാച്ച്മാൻ നന്നായിട്ട് ഉറങ്ങായിരുന്നു. ഹീറോയ്ക്ക് ഒരു വില്ലത്തിനൊരു പ്ലാൻ ചെയ്ത ഹീറോയി ഈ വാച്ച്മാനക്ക് ഉറക്ക്. മച്ചി എൻ്റെ ഒരു ഐഡിയ ഉണ്ട് എന്ന് ഹീറോയി പറഞ്ഞു. എന്തടി? അങ്ങനെ ഹീറോയിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവരെ നോക്കിയായിരുന്നു. എന്തിനു മച്ചി എന്നെ നോക്കാം? ആ കോസ്റ്റ്യൂം താ. എന്തിനു മച്ചി കോസ്റ്റ്യൂം? നീ കോസ്റ്റ്യൂം ഡിസൈനറല്ലേ, അതുകൊണ്ട് എന്നെ കോസ്റ്റ്യൂം ഡിസൈൻസ്. എടി എൻ്റെ ചേച്ചി കോസ്റ്റ്യൂം ഡിസൈനറാ, എന്നാൽ ഇപ്പം എന്താ ചെയ്യുക? മേക്കപ്പ് ചേച്ചി. ശരി എന്ന് ഹീറോയി പറഞ്ഞായിരുന്നു. എടി മണ്ടി എന്നെ ചേച്ചി വിളിക്കാണ്, ചുമ്മാ ജോക്ക് പറഞ്ഞടി. അതിനുകൊണ്ട് ഹീറോയിൻ മേക്കപ്പ് ചെയ്ത് അതേപോലെ അവിടുത്തെ വാച്ച്മാൻ കിടന്ന് ഉറങ്ങിയായിരുന്നു. നന്നായിട്ട് ഉറങ്ങായിരുന്നു. അങ്ങനെ ആ കോസ്റ്റ്യൂം ഇട്ടപ്പെട്ട് അവർ പോയി ബാക്കിയവർ ഓണിച്ചു. സൗണ്ട് ഫ്രണ്ട് ഓൺ. അങ്ങനെ ഹീറോയിൻ മെല്ലെ പോയി വാച്ച്മാനെ നന്നായിട്ട് ഉറക്കമായിരുന്നു വാച്ച്മാനിക്ക്. ഓ വാച്ച്മാൻ രാകാശ് രാജാത്ത് എന്നെ വിളിച്ചായിരുന്നു. രാജാവത്ത് ഇല്ല, ഇവിടെ പോയിരുന്നു. രാജേഷ് ആരായത് എന്ന് പറഞ്ഞു ഉറക്ക വെച്ച് മണിക്ക്. വിഷ്ണു വിഷ്ണു ആരാ എനിക്കറിയില്ല എന്നോ. അങ്ങനെ വാച്ച്മാനെ വിളിക്കാറോ കുട്ടാന്ന്. അയ്യോ കുട്ടനാ? ആരാ? അങ്ങനെ ആയിട്ട് രാജു എന്ന പേരാണ് ആ വാച്ച്മാൻ്റെ പേര്. രാജു എന്നെ വിളിക്കുക. എൻ്റെ കണ്ണ് തുറത്ത് അയ്യോ കോസ്റ്റ് പ്രേതോ എന്നെ ഓച്ചുവന് ഒച്ച ഉണ്ടാക്കായിരുന്നു. അയ്യോ രക്ഷിക്കണേ ഭൂതം പ്രേതം എന്ന് പറഞ്ഞ് ഒച്ച ഉണ്ടാക്കി. അയ്യോ എന്നെ രക്ഷിക്കണേ പ്രേതം വന്ന്. അങ്ങനെ എല്ലാവരും അവിടെ ലൈറ്റ് ഇട്ടായിരുന്നു. അവിടെ വാച്ച്മാൻ ബാക്കി മെമ്പർ ഓടി വന്നു. എന്താടാ മച്ച എന്ത് പറ്റിടാ? അയ്യോ ഇവിടെ ഭൂതം ഉണ്ടുടാ എന്ന് പറയായിരുന്നു. പോടാ. അങ്ങനെ ഹീറോയും ഫ്രണ്ട്സും കൂടെ വരുന്നത് ഞാൻ സംസാരിച്ചു പോരാ. എന്ത് പറ്റി അങ്കിൾ? ഇല്ലമ്മ ഇവിടെ പ്രേതം. പോ അങ്കിൾ, ഇവിടെ പ്രേതമൊന്നുമില്ല ഇതുവരെ നമ്മൾ കണ്ണ് കാണാതെ അങ്കിളുടെ കണ്ണൊക്കെ എന്ത് കണ്ട? അങ്കിൾ എന്തൊരു ഡ്രീം കണ്ടായിരുന്നു അങ്കിൾ. അങ്ങനെ ഹീറോയ്ക്ക് വില ആളാക്കി പോയിരുന്നു കോളേജ്. അങ്കിൾ ഇഷ്ടം അറിയായിരുന്നു. എന്തിനെ എനിക്ക് കിണം കാണുന്നതാണോ എന്ന് ഹീറോയി പോയായിരുന്നു. ഹീറോ ചിരിച്ച്
എങ്ങനെയുണ്ട് ഈ അങ്കിൾക്ക്, എപ്പോൾ നോക്കും അങ്കിൾ വലിയ ആളാക്കാം എന്ന് ഹീറോയി ചിരിച്ചിട്ട് പറയായിരുന്നു. എന്നിട്ട് അങ്കിൾ കുറച്ച് ലേറ്റായി വന്നാൽ ഇങ്ങനെ നമ്മൾക്ക് പണിഷ്മെൻറ്റ് തരുമെന്ന് ഞങ്ങൾ പ്രിൻസിപ്പളോട് പറയുമല്ലേ, ഇത് വെക്കണം എന്ന് ഹീറോയി ചിരിച്ചിട്ട് പോയായിരുന്നു. അങ്ങനെ കോളേജിൻ്റെ അകത്ത് പോയായിരുന്നു ഹീറോയി സംസാരിക്കായിരുന്നു. അങ്ങനെ 4 ഗേൾസ് വന്നായിരുന്നു. അതെ, അവിടെ 4 ഗേൾസ് ഒരു ഗേൾസ് ഉണ്ടായി. ഹീറോയ്ക്ക് അവൾക്കറിയില്ല, അവർക്ക് ഹീറോയ്ക്ക് ആവുന്നില്ല. അതുകൊണ്ട് ഇപ്പോഴാണ് ഹീറോയി പറയാൻ തുടങ്ങി, മച്ചി ഇവരാരടി എടി. ഞാൻ ഹീറോയി പറയുന്നത് സ്കൂളിലേക്ക് ഇവിടെ വന്നായിരുന്നു. ഇവിടേക്ക് നീ വന്നത് ഹീറോയ്ക്ക് അവൾ 4 പേർക്കാണ് ഇഷ്ടമല്ല. ഹീറോയിൻ്റെ വീട്ടിൽ അപ്പുറത്തെ വീട്ടുകാർ 4 ഫാമിലിയോട് ദൂരെയാണ്. ഹീറോയി ചെറിയ പ്രായത്തിൽ അവർക്ക് ഹീറോയ്ക്ക് ആവില്ല. അവർ വേറെ സ്കൂൾ പഠിച്ചായിരുന്നു. കോളേജിക്ക് ഒരേ കോളേജിലാണ്. ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു അവളെ കാണാൻ. അയ്യോ ഇവളെ രാക്ഷസി, ഇവിടെ നീ എവിടേക്ക് വന്ന. അങ്ങനെ 4 ഗേൾസ് സംസാരിക്കായിരുന്നു. വാവ് മച്ചി, അതിലൊരു ഗോൾ പറയായിരുന്നു. അതിൽ ലീഡറുള്ള ഒരു ഗോൾ പറയായിരുന്നു. 4 പേരുണ്ടായിരുന്നു. അതിലൊരു ഗോൾ പറയുന്നുണ്ട്, മച്ചി ഇവനെ കാണാൻ ഹാൻസം ആയിട്ടുണ്ടല്ലേടി. അതെ അതെ, ഇവൻ ഫേമസ് ആക്ടറാണ്. ആക്ടർ മാത്രമല്ല ഒരു ഐഡലാണെന്ന് ഹീറോയിനോട് അല്ല ഗേൾസ് പറഞ്ഞായിരുന്നു. അതിൽ ഗേൾ പറയുന്നുണ്ട്, അതെ അതെ, അത് മാത്രമല്ല അവർ ഫാൻ മീറ്റിങ്ങൾക്ക് അവർ വരാൻ പോവാ എന്ന് പറയുന്നു ഒരു പ്ലേസ് പറഞ്ഞായിരുന്നു. ഇത് കേട്ട് ഹീറോയ്ക്ക് കൺഫ്യൂസ് ആയിരുന്നു. ആരാ മച്ചത്? ഹീറോയി ചോദിച്ചായിരുന്നു. മച്ച അതറിയില്ലടി. അതിങ്ങനെ ഹീറോയി പറഞ്ഞാണ്, ഒരു ഫേമസ് ആണ്, ഒരു ആക്ടറാണ്. മച്ച ആക്ടർ മാത്രമല്ല ഒരു ഐഡലാണ് എന്നവരെ പറഞ്ഞായിരുന്നു. ഹീറോയ്ക്ക് ആരത് ചോദിച്ചേക്കോട്ടെ എന്ന് ഹീറോയിനോട് പറഞ്ഞായിരുന്നു. മച്ചി എനിക്ക് അവരെ പിടിക്കൂടി എന്ന് ഹീറോയിൻ്റെ ഫ്രണ്ട് പറയായിരുന്നു. ഹീറോയി എനിക്ക് പഠിക്കുന്നതിൽ ഇൻട്രസ്റ്റ്, അതിലൊന്നും ഇൻട്രസ്റ്റ് എന്നല്ലേ ഹീറോയി പറഞ്ഞായിരുന്നു. അത് കേട്ട് മച്ചി എനിക്ക് ഇൻട്രസ്റ്റ് വരും മച്ചി എന്ന് ഹീറോയുടെ ഫ്രണ്ട് പറയായിരുന്നു. പോടി അങ്ങനെ ഒന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് ഹീറോയി പറഞ്ഞായിരുന്നു. ശരി ഓക്കെ എന്ന് ഹീറോയി വീട്ടിലൊക്കെ വന്നായിരുന്നു. വീട്ടിൽ വന്ന് ഓർക്കായിരുന്നു ആരാളെന്ന് ഹീറോയി ഇങ്ങനെ ചെക്ക് നോക്കുമ്പോൾ അതിലോരോന്ന് ഫോട്ടോസ് വന്നില്ല. അതിൽ ഒരാളെ കണ്ട ഹീറോയ്ക്ക് മനസ്സിൽ ബട്ടർഫ്ലൈ പാർക്കിൻ്റെ ഫീലിങ്സ് വന്നായിരുന്നു. എനിക്ക് എന്താ നടക്കുന്നു ഒന്നും മനസ്സിലായില്ല. ഹാവ് ഹാൻസം ആയിട്ടുണ്ടോ എന്ന് പറഞ്ഞ് നോക്കാം പ്ലേ ബോയ്. ഓ പ്ലേ ബോയാ, ഓൾഡ് ഗേൾ ഫ്രണ്ട് ഉണ്ടാവും എന്ന് ഹീറോയും ഉണ്ടാതിരുന്നായിരുന്നു. കാണാൻ നല്ല ക്യൂട്ട് ഹാൻസം ആയിട്ടുണ്ട്, എന്ത് പാലുണ്ട്, ഒരുപാട് ഗേൾ ഫ്രണ്ട് ഉണ്ടായാൽ എന്താ ചെയ്യുക എന്ന് ഹീറോയിനെ വീട്ടിൽ സാഡായിരുന്നു.